ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണി അലികയിലേക്ക് പോവുകയാണ്. ദേവ്ജി പറഞ്ഞതിനനുസരിച്ച് തലേ ദിവസം ലാലിയുടെ ചിത്രം വരച്ചതുമായിട്ടാണ് കൺമണി ഓഫീസിലേക്ക് പോകുന്നത്. പോയതിനു ശേഷം കൺമണി ദേവ്ജിക്ക് ലാലിയെ വരച്ച ആ ചിത്രം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവ്ജി കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി കൺമണിക്ക് ആകെ ഒരു സങ്കടമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി ദേവ്ജിയോട് പറയാണ്, സാർ എൻ്റെ കല്യാണമാണ് 2 ദിവസം കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ എനിക്ക് ഈ ജോലി നഷ്ടമാവും, പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ദേവ്ജിയോട്. അപ്പോൾ ദേവ്ജി കൺമണിയോട് ചോദിക്കുകയാണ്, കൺമണിക്ക് എന്താ പെട്ടെന്ന് വിവാഹം തീരുമാനിച്ചോ? ആരാണ് കൺമണിയെ കെട്ടാൻ പോകുന്ന ആളെന്ന് ദേവ്ജി കൺമണിയോട് ചോദിക്കുമ്പോൾ കൺമണി വരുണിനെ കുറിച്ച് ദേവ്ജിയോട് എല്ലാം തുറന്നു പറയുകയാണ്. എന്നിട്ട് കൺമണി പറയാണ്, ഇനി എന്നെ ആർക്കും രക്ഷിക്കാനാവില്ല സാർ എന്ന് പറയുമ്പോൾ ദേവ്ജി കൺമണിയോട് പറയാണ്, കൺമണി പേടിക്കേണ്ട, എല്ലാത്തിനും ഒരു വഴിയുണ്ട്. കൺമണിയെ ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ, അത് കൃഷ്ണനാണെന്ന് ദേവ്ജി കൺമണിയോട് പറയുന്നുണ്ട്. ദേവ്ജിയോട് സംസാരിച്ചതിന് ശേഷം കൺമണി ക്യാബിനിലേക്ക് പോവുകയാണ്. കൺമണിക്കാണെങ്കിൽ വരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വർക്കിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കൺമണി ഇരുന്ന് കരയുമ്പോഴാണ് അവിടേക്ക് കൃഷ് എത്തുന്നത്. കൃഷ് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എന്താ കൺമണി, എന്തു പറ്റി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട്, സാർ ഇന്ന് രാവിലെ വരുൺ വീട്ടിൽ വന്നിരുന്നോ? 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുമാത്രമല്ല, ഇത്രയും ദിവസം രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു കല്യാണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് വരുൺ വന്നിട്ട് പറഞ്ഞു വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം, അധികം ആൾക്കാരെയൊന്നും വിളിക്കുന്നില്ല, 2-3 പേര് ചേർന്ന് വന്നിട്ട് ഒപ്പിട്ടിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല സാർ, ഈ കല്യാണത്തിന് പോലീസ് പ്രൊട്ടക്ഷനും വെച്ചിട്ടുണ്ട്. സാറിന് അറിയായിരിക്കും, ആ പോലീസിനെ നമ്മുടെ പഴയ അനിരുദ്ധ് സാറാണ്. അദ്ദേഹത്തിനാണെങ്കിൽ സാറിനോട് നല്ല വൈരാഗ്യവുമുണ്ട്. കല്യാണത്തിന്റെ തൻ്റെ അനുവാദമില്ലാതെ ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ അന്നത്തോടെ അവന്റെ അവസാനമാണെന്നാണ് വരുൺ പറഞ്ഞത്. നീ അഥവാ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും അവിടെ നിന്ന് അടിച്ചു പുറത്താക്കും, അതോടുകൂടി നിന്റെ അച്ഛൻ്റെ കണ്ണടയും എന്നൊക്കെയാണ് അയാൾ എന്നോട് പറഞ്ഞിട്ട് പോയത്. ഞാനിനി എന്താണ് സാർ ചെയ്യുക എന്ന് കൺമണി കൃഷ്ണനോട് പറയുമ്പോൾ കൃഷ് കൺമണിയോട് പറയുകയാണ്, അവനപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലാലേ, അവൻ്റെ തരിപ്പ് ഞാൻ മാറ്റിക്കൊടുക്കുന്നുണ്ട്, ഞാൻ ശരിയാക്കി കൊടുക്കാം അവനെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ കൃഷ് വരുണിനെ ഫോൺ ചെയ്യുകയാണ്. നിനക്ക് എന്തിൻ്റെ കേടാണ് വരുൺ, നീ എന്തിനാണ് ആ പാവം പെൺകുട്ടി കൺമണിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിനക്ക് ഞങ്ങൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ഞാൻ അവളെ താലി കെട്ടി എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെയും എന്തിനാണ് നീ അവളുടെ പിന്നാലെ നടക്കുന്നത് എന്ന് കൃഷ് വരുണിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ കൃഷ്ണനോട് പറയുകയാണ്, നീ അധികമൊന്നും സംസാരിക്കണ്ട, എൻ്റെ ജീവിതത്തിൽ തൊട്ട് കളിച്ചാൽ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് വരുൺ കൃഷ്ണനോട് പറയുമ്പോൾ കൃഷ് വരുണിനോട് പറയുകയാണ്, എന്താ കളി പഠിപ്പിക്കും എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് കൃഷ് വരുണിനോട് ചോദിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് വരുണിന് കൺമണിയോടും കൃഷ്ണനോടും ഒന്നുകൂടി പക കൂടുകയാണ്. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വരുൺ പോലീസ് അനിരുദ്ധ് സാറിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഉണ്ടായ സംഭവങ്ങളെല്ലാം വരുൺ ആ സാറിനോട് പറയാണ്. അപ്പോൾ ആ പോലീസ് വരുണിനോട് ചോദിക്കുകയാണ്, ഇതെല്ലാം കേട്ടിട്ട് താൻ എന്താണ് മറുപടി കൊടുത്തതെന്ന് ചോദിക്കുന്നു. അതിനുശേഷം കൃഷ് കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ്. കൺമണിയാണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. കൺമണിയുടെ 2 കവിളും ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷ് കൺമണിയോട് പറയുകയാണ്, പേടിക്കണ്ട, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ്. കൃഷി ഇങ്ങനെയെല്ലാം പറയുമ്പോൾ കൺമണിക്ക് ആകെ ആശ്വാസമാവുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ.